മക്കളെ, നാളെ പെസഹായാണ്. നാളത്തെ പെസഹയുടെ ഒരുക്കങ്ങളിൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ പറയാം. രാവിലെ നമ്മൾ എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ അപ്പത്തിൻ്റെ പരിപാടി നോക്കുന്നു. അത് അപ്പം അടുപ്പേ വെച്ച് കഴിഞ്ഞ് പിന്നെ പാലും ഉണ്ടാക്കുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ കുടുംബനാഥനും നാഥയും കൂടെ കൂടി വേണം അപ്പവും പാലും എല്ലാം ഉണ്ടാക്കാൻ. മെയിനായിട്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടി ചെയ്താലും പാല് ഉണ്ടാക്കുന്നത് കുടുംബനാഥനാണ്. അത് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് പാലുണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അതിന് മുമ്പ് നമ്മുടെ വീട് എല്ലാം അടിച്ചു വാരി തുടച്ച് നല്ല വൃത്തിയാക്കിയതിൻ്റെ ശേഷം വേണം പാലടുപ്പേ വെക്കാൻ. പിന്നെ നമ്മൾ അപ്പത്തിനും പാലിനുമൊക്കെ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ സാധാരണ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ മുകളിൽ പെരപ്പുറത്ത് ഒഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളത് വായി വെച്ച് രുചിച്ച് നോക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ കുടുംബനാഥന്മാർ പ്രാർത്ഥന ചൊല്ലി നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ട് അപ്പം മുറിക്കുന്നു. അവിടെ ആ അപ്പം മുറിക്കൽ ശുശ്രൂഷ അവസാനിക്കുന്നു. മക്കളെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വർഷം നമ്മൾ അപ്പം ഉണ്ടാക്കത്തില്ല. അതിന് പകരം ആ പാല് വേണേൽ ഉണ്ടാക്കാം. പാലുണ്ടാക്കി നമ്മൾ പുറത്തുനിന്ന് അപ്പം മേടിക്കുകയോ റൊട്ടി മേടിക്കുക പതിവുണ്ട്.